നമ്മുടെ കർത്താവ് യേശു മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഡാനിയേൽ പൂർണ്ണത്തിലച്ചനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായി ആഗ്രഹിച്ചത്. ഒക്ടോബർ മാസം 31 തീയതി ജപമാല മാസത്തിൻ്റെ സമാപനമാണല്ലോ. ജപമാല മാസ ആചരണത്തിൻ്റെ സമാപന ദിവസമായ ഒക്ടോബർ 31 തീയതി സാധിക്കുന്ന എല്ലാ ആളുകളും തന്നെ ദിവ്യകാരുണ്യ ആരാധനകൾ നടത്തിയും തിരുഹൃദയ പ്രതിഷ്ഠയും വിമല ഹൃദയ പ്രതിഷ്ഠയും നടത്തിയും ഈ മാസ ആചരണത്തെ ഫലപ്രദമായി സമാപിപ്പിക്കാൻ സാധിക്കുന്നിടത്തോളം പരിശ്രമിക്കണം എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആത്മാവിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വളരെ സംഘർഷഭരിതമായ സങ്കീർണമായ പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. പൈശാചിക ആധിപത്യങ്ങൾ പലയിടങ്ങളിലും പ്രകടമായി നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 31 ദിവസവും പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളുടെ യോഗ്യതകൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന്, ഒരു സംരക്ഷണമായി മാറുന്നതിന്, നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി സ്വീകരിക്കുന്നതിന് സാധിക്കുന്ന എല്ലാ ആളുകളും തന്നെ അന്നേ ദിവസം ദിവ്യകാരുണ്യ ആരാധന നടത്തിയും അതുപോലെ തന്നെ തിരുഹൃദയ പ്രതിഷ്ഠയും വിമല ഹൃദയ പ്രതിഷ്ഠയും സാധിക്കുമെങ്കിൽ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ നടത്തി ആ ജപമാല മാസാചരണത്തിൻ്റെ സമാപനത്തെ അനുഗ്രഹമാക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചില നിയോഗങ്ങൾ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില ദൈവികമായ ബോധ്യങ്ങൾ എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് ഞാനിത് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഇതെടുക്കണം എന്ന് ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരോടും ഞാൻ ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ സന്ദേശത്തെ ദയവായി നിസ്സാരമായി കാണാതിരിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സംരക്ഷണം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈശോയുടെ നാമത്തിൽ ആമേൻ.